പുഴ പോലീസ് സ്റ്റേഷനിലുള്ളത്. പരാതി കൊടുക്കാൻ വന്നതാണ്. എന്നൊക്കെ ഒരു വണ്ടി നിന്നിട്ട് ബാക്കി പറയാം. ഒന്ന് സമാനത്തിലിരിക്കട്ടെ. ഇന്ന് രാവിലെ മുതൽ ഓട്ടമായിരുന്നു. ഓക്കെ, ഇന്ന് കേരളത്തിലെ ചെറിയൊരു ഭാഗം ആൾക്കാരുടെങ്കിലും മുന്നിൽ ഞാൻ പോക്സോ കേസ് പ്രതിയല്ല, പോക്സോ കേസ് ചെയ്ത ആളാണ്. ഓക്കെ, പെണ്ണുങ്ങളെ പീഡിപ്പിച്ചിട്ട് അബോർഷൻ ചെയ്ത് പൈസ കൊടുത്ത് ഒഴിവാക്കിയ ആളാണ്. ഡ്രഗ് ഉപയോഗിക്കുന്ന ആളാണ്. ഇതിനെല്ലാം കാരണക്കാരെന്ന് പറഞ്ഞാൽ ഞാൻ തീറ്റിപ്പോറ്റിയ കുറച്ച് നാറുകള്. ഓക്കെ, ഇനി വെറുതെ സോഷ്യൽ മീഡിയയിൽ കാണിച്ച് ഇവന്മാരെ എക്സ്പോസ് ചെയ്തിട്ട് ഇവന്മാർ ഇത് ക്രെഡിറ്റ് ആയിട്ട് ഇവന്മാർക്ക് ഇത് കുഴപ്പമില്ല, ഇവന്മാർക്ക് റീച്ച് കിട്ടിയാൽ മതി. ഓക്കെ, എക്സ്പോസിങ് ഇതെല്ലാം ഞാൻ പറയട്ടെ. ഇത് കണ്ടോ, 2 ക്രിമിനൽ കേസുകളും പിന്നെ ഒരു ഡിഫേമേഷന്റെ ലീഗൽ നോട്ടീസ് ഓൾറെഡി അയച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി കളികൾ ഡയറക്റ്റ് ലീഗലി പോകാൻ പോയിരുന്നു. അപ്പൊ നമ്മുടെ തൊപ്പി MRC ഗ്യാങ്ങിന്റെ ഇഷ്യൂ കുറച്ച് ദിവസങ്ങളായിട്ട് നിങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മെയിൻ ചാനൽ അടിച്ചു പോയതല്ല, അതിന്റെ ആര് ചെയ്തു, എന്ത് ചെയ്തു, എങ്ങനെയാണെന്നുള്ള കഥകളെല്ലാം ഞാൻ പിന്നീട് പറയാം. കാര്യം എനിക്ക് അതിനുള്ള ഒരു മാനസികാവസ്ഥ വരുമ്പോൾ ഞാൻ പറയാം. ഇതിപ്പോ പുതിയ ചാനലാണ്, ഇത് വ്യൂ ഇട്ട് ഒന്നും നോക്കിയിട്ടൊന്നല്ല. നമ്മൾ ബിഗ് സീറോ എന്നാണ് തുടങ്ങിയത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ സ്ക്രാച്ച്, സീറോ എന്ന് തന്നെ തുടങ്ങാം. സോ MRC ഗ്യാങ്ങിന്റെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി ഒരു 3 ദിവസം മുമ്പ് ഞാൻ എടുത്തു വെച്ചതാണ്. പക്ഷെ അന്ന് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ ചില പ്രശ്നങ്ങളിൽ പെട്ടതിന്റെ പേരിൽ, ചില കാര്യങ്ങളുടെ തിരക്കിലായതിന്റെ പേരിൽ എനിക്കത് ചെയ്യാൻ പറ്റില്ല. സോ ഇപ്പൊ ആ കാര്യങ്ങൾ എന്തായി, അതിന്റെ അപ്ഡേഷൻ എന്തായി, തീരുമാനങ്ങൾ എന്തായി, തൊപ്പി കേസ് കൊടുത്ത കേസ് എന്തായി, തുടർ നടപടികൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ നോക്കാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിങ് തൊട്ട് തന്നെ തുടങ്ങണം, അല്ലാതെ ഇത് പകുതിക്ക് തുടങ്ങി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇപ്പൊ തൊപ്പി 2 കേസുകളാണ് കൊടുത്തേക്കുന്നത്. ഒന്ന്, പുള്ളിക്കെതിരെ ഷമീറും മറ്റും എല്ലാവരും കൂടി ആരോപിച്ച കുറെ കാര്യങ്ങൾക്കെതിരായിട്ട് ഒരു കേസ്, അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിൻ്റെ അകത്ത് പറഞ്ഞു പോകുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള പുള്ളി റിട്ടേൺ ആയിട്ട് കൊടുക്കുന്ന ഒരു കേസ്, പിന്നെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഒരു കേസ്. രണ്ടും വളരെ സീരിയസ് ആയിട്ട് ഒഫൻസ് ആണ്. അതായത് ഡിഫർമേഷൻ കൊടുക്കേണ്ട ഒരു സാധനമാണ്. അത് എനിക്കറിയില്ല, വേറെ ലെവലിലേക്കാണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത്. ഒന്നാമത്തെ കയ്യിൽ കാശുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, അതുകൊണ്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റുന്ന പുള്ളി ചെയ്യും. ഇനി രണ്ടാമത്തെ ഒരു പാട്ടും കൂടി ഉണ്ടാവും വീഡിയോയുടെ. നേരെ ജയിലിൽ കയറ്റാം, അതന്നെയാണ് ഡയറക്റ്റ് നേരെ ഇമാരെ ജയിലിൽ കയറ്റാന്നുള്ളതിന് ഉദ്ദേശം. കാരണം എക്സ്പോസിംഗ് ഒന്ന് ഇവർക്ക് ഇതൊക്കെ റീച്ചാ, ഇതെല്ലാം നെഗറ്റീവ് റീച്ച് മുന്നോട്ട് പോവാ, ഇതാണ് ഇവരെ മൈൻഡ്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്ന വെച്ചാൽ പോക്സോ കേസ്, അബോർഷൻ കേസാണെന്ന് എനിക്കറിയില്ല. പക്ഷെ സ്റ്റിൽ സമൂഹത്തില് ഒരാളെ നാറ്റിക്കണമെങ്കിൽ ഫസ്റ്റ് മൈൻഡിൽ വരുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇവരെനിക്കെതിരെ പറഞ്ഞിട്ടുണ്ട്. അലിഗേഷൻ എന്ന് പറഞ്ഞാൽ തെളിവില്ലാണ്ട് ഒരു അലിഗേഷൻ ഇതാക്കുമ്പോ, ഞാൻ പോക്സോ കേസ് പ്രതിയാന്ന് പറയുമ്പോൾ, പോക്സോ കേസ് ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ എന്തെങ്കിലും കേരളത്തിലെ തൊപ്പിയുടെ ഒരു സാധനം കേട്ടപ്പോഴേക്കും ഇതേ സമയത്ത് ഞാൻ പൊക്കൊണ്ടിരുന്നതിനേക്കാളും വലിയൊരു വിഷയത്തിലായിരുന്നു അലിഗേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലൊക്കെ ആയിട്ട് സംസാരിച്ച് നോക്കുന്ന ചില ഓഡിയോസ്, ക്ലിപ്സ്, അങ്ങോട്ട് ദേഷ്യം വരുമ്പോൾ പറയുന്ന കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരാൾ എങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു നറേഷൻ ഉണ്ടാക്കി. ആ നറേഷൻ ഞാനും കൂടി ഇരിക്കുന്ന സമയത്ത് എന്റെ മുമ്പിൽ നിന്ന് പ്രസന്റ് ചെയ്തപ്പോഴേക്കും ഈ ഭൂമി അങ്ങ് തുറന്ന അടിയിലേക്ക് പോയാൽ എന്താന്ന് വരെ ചിന്തിച്ചു പോയി. അത്രക്കും ഡൗൺ ആയി മെന്റൽ. ഇപ്പോഴും ഞാൻ ഓക്കെ അല്ല, ഒരു മെന്റൽ ട്രോമയിൽ ഇരിക്കുകയാണ്. അതായത് ട്രോമ ഉള്ള ആള്, അല്ലെങ്കിൽ കുറെ സാഡ് കാര്യങ്ങളൊക്കെ അനുഭവിച്ച ആളെന്ന് പറഞ്ഞ ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ട് ഈ ട്രോമ നമുക്ക് തന്നിട്ട് പോവാം. ഇതുപോലെ എത്ര പേർക്ക് ഇതേ സിറ്റുവേഷൻ ആൾ കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ട്രോമയിലായിരുന്നു. അപ്പൊ തൊപ്പിയുടെ വീഡിയോസും മറ്റും കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ അതായിട്ടാണ് ഇക്വേറ്റ് ചെയ്യണേ. ഞാൻ ഇതിൽ പുള്ളിനെ ന്യായീകരിക്കുന്നില്ല, കുറ്റം പറയുന്നില്ല, ഒന്നുമില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞു ഒന്നുള്ളൂ. പക്ഷെ എന്റെ ഒരു സിറ്റുവേഷൻ സെയിം. പുള്ളി എന്താണ് ഇപ്പൊ പൊക്കൊണ്ടിരിക്കുന്നത്, ഇതേ സിറ്റുവേഷൻ ഇവിടെ ഞാനും പൊക്കൊണ്ടിരുന്നത്. എനിക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി. ഞങ്ങൾ തമ്മിൽ പേഴ്സണലി കോൺടാക്ട് ആക്കാൻ എന്തെങ്കിലും കാണാൻ പറ്റി കാണും ഇത് പറയുന്നുണ്ട്. കാര്യം എന്താ വെച്ചാൽ പുള്ളിക്ക് എന്തിട്ട് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്, അത് അടി എനിക്കും കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ വിശ്വസിച്ച്, നമ്മൾ ഒരു സ്നേഹം കൊണ്ട്, വിശ്വാസം കൊണ്ട് നമ്മുടെ കൂടെ നിർത്തിയ ആൾക്കാര് അവസാനം എന്തൊക്കെ നമ്മുടെ വീക്ക് പോയിന്റ്സ്, പ്ലസ് പോയിന്റ്സ്, മൈനസ് ഒക്കെ അറിഞ്ഞിട്ട് അത് വെച്ചിട്ട് നമുക്കെതിരെ ഒരു ആയുധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ തകർന്നു പോയതൊരു മനുഷ്യൻ. തൊപ്പിയുടെ കേസിൽ അവര് ആദ്യം വന്നിട്ട് ഷമീർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ്, അതിനുശേഷം തൊപ്പി കുറെ കാര്യങ്ങൾ പറഞ്ഞ്, പിന്നെ അതൊരു തുറന്നു പറച്ചില്ല ലെവലിലേക്ക് പോയപ്പോഴേക്കാണ് പ്രശ്നങ്ങളായത്. എടാ, മനുഷ്യര് തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ അതൊക്കെ പേഴ്സണലി സംസാരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കൂട്ടമായിട്ട് നമ്മൾ ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇരിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന കാര്യങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്ത് വേറൊരു അർത്ഥത്തിലാക്കി അതിന് തെളിവുകൾ എടുത്തു വെച്ചിട്ട് പുറത്ത് പറയാ, അല്ലെങ്കിൽ അതൊരു ആയുധമായിട്ട് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ടല്ല. തന്തയില്ലായ്മത്തരമാണ്, വെറും തന്തയില്ലായ്മത്തരം. അത്രേ ഞാൻ പറയുന്നുള്ളൂ. ഞാൻ ഇത് അനുഭവിച്ചു വന്ന വ്യക്തിയാണ്. എന്റെ ലൈഫിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനത്. ഇപ്പോഴും ഞാൻ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തുറന്നു പറയുന്നത്.
ഇനി ഷമീറിന്റെ ഒരു ലൈവിൽ വന്നിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഒന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോടാ? ഇതൊന്ന് ചൂടാക്കുന്ന ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന കേൾക്കുന്നുണ്ടോ? അനാൻ ഷാന്റെ കൂടെയുള്ള ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ, മനസ്സിലായോ? ഓന്റെ സുഹൃത്തിന്റെ ഭാര്യ ഇറാനി പോള എന്ന് പറഞ്ഞ ഒരു നോമ്പിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇത് കംപ്ലീറ്റ് വെക്കുന്നില്ല. കാര്യം ഹനാൻഷ ഓൾറെഡി അതിനുള്ള ഓർഡർ വാങ്ങിച്ചിട്ടുണ്ട്. അതായത് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഡൗൺ ചെയ്യുന്നുള്ളത്. ഹനാൻഷാനെ കുറിച്ചൊക്കെ വളരെ മോശമായിട്ടും ഒരു പരാമർശമൊക്കെ വന്ന് അതിനെ കുറിച്ചൊക്കെ ഷമീർ ഇതിന്റെ അകത്തേക്ക് എടുത്തിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അത്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറയല്ലേ, ശത്രുത തോന്നുന്നു അല്ലെങ്കിൽ വഴക്കാവുന്നു. ആ സമയത്ത് നമ്മൾ പേഴ്സണലി സംസാരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പുറത്തിട്ട് അത് ആ വ്യക്തിനെ അധിക്ഷേപിക്കാനും ആ വ്യക്തിനെ താറടിച്ച് കാണിക്കാനും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കരിയറോ ലൈഫോ തന്നെ നശിപ്പിച്ച് കളയാൻ പാകത്തിന് ഉപയോഗിക്കുമ്പോൾ അത് തന്തയില്ലാമത്തരം തന്നെയാണ്. ഷമീറും മറ്റു ഗ്യാങ്ങുകളും ചെയ്ത് തന്തയില്ലാമത്തരം തന്നെയാ. തൊപ്പി അതിന്റെ റിയാക്ഷൻ ചെയ്തു എന്നുള്ളൂ. എന്ന് വെച്ച് തൊപ്പി ചെയ്ത കാര്യങ്ങളും അല്ലെങ്കിൽ തൊപ്പി ഇത്രയും നാൾ ചെയ്തുകൊണ്ടിരുന്നതും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്. എഗെയിൻ എന്റെ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓൾ ഒരിക്കലും എന്റെ ഉമ്മയോ എന്റെ പെങ്ങളോ തല കുനിച്ച് നടക്കൂല, മനസ്സിലായോ? എന്റെ ഉമ്മയോ എന്റെ ഉപ്പയോ തല കുനിച്ച് നടക്കൂല. അത് ഈ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഒരാളുണ്ട്, ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, ഇപ്പൊ പറയാം. എന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ട്. അപ്പൊ മെയിൻലി ഓക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഇതാക്കുന്നത്. കാരണം ഓക്ക് അത്രയും ഓളെ ഇക്കാക്ക ദുബായിൽ നിന്ന് വിളിച്ചു, ഉപ്പ വിളിച്ചു, ഓളെ ഉമ്മ ഈ പറഞ്ഞ പോലെ സീനാക്കി. ഇല്ലി ഞാൻ പറയുകയാണെങ്കിൽ ഇതെന്റെ ഗേൾ ഫ്രണ്ടിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്, മനസ്സിലായി? എന്റെ ഉമ്മ, എന്റെ ഉപ്പ, എന്റെ സിസ്റ്റർ, എന്റെ ഗേൾ ഫ്രണ്ട്, ഇവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലൈവ് ചെയ്യുന്നത്. അത് ഈ ലൈവ് തീരുമ്പോൾ മോനെ ലംബിനാൽ ഊമ്പിനാലുള്ള സാധനം ഉണ്ടല്ല, അതാണ് എനിക്ക് ഇവിടെ തോന്നിയത്. അങ്ങനെ നമ്മുടെമാരെ കൂമ്പും. പക്ഷെ ഇവന്റെ കേസിൽ ആ പെങ്കൊച്ചാണ് ഇവനെ നമ്പിയത്. ആ ഓല് ഞാൻ പറയുന്നില്ല, അങ്ങനെ ആയിപ്പോയി. പാവം കൊച്ചടാ, കഷ്ടമുണ്ട്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ എന്തൊക്കെ കാര്യങ്ങളാണ് പുറത്തു വന്ന് ഇവനെ എക്സ്പോസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇവൻ തന്നെ പറയുന്ന ഒരു വ്ളോഗ് ഉണ്ട്. ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ഈ വീഡിയോയുടെ അവസാനത്തേക്ക് ഞാൻ വെക്കുന്നുണ്ട്, എന്ത് സംഭവിച്ചു ഇവന്റെ റിലേഷൻഷിപ്പിൽ എന്നുള്ളത്. എടാ, ഇത്രയൊക്കെ ചെയ്തു വെച്ചാൽ ഇത്രയൊക്കെ അപരാധങ്ങൾ ചെയ്തു വെച്ചത് നിന്റെ വീഡിയോസ് ഉൾപ്പെടെ ചെയ്ത് മലേഷ്യയിൽ എവിടെ പോയപ്പോൾ നീ പെണ്ണിനെ കയറി പിടിക്കുന്ന വീഡിയോ, ഒരു പാവേനെ കയറി പിടിക്കുന്ന ഈ സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഏത് പെങ്കോ ചടവ് കൊടുക്കണേ? അത് കണ്ടന്റ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ പറ്റുന്ന എത്ര മന്ദബുദ്ധികളായിട്ടുള്ള പെമ്പിള്ളേരിൽ ഒത്തുണ്ടോന്ന് എനിക്കറിയില്ല. ആണ് ബ്രദർ, ആണാണ്, കുണ്ടനല്ല നിന്നെ പോലെ. അത് കാണിക്കും, മനസ്സിലായോ? കുണ്ടനല്ല. സ്വയം ഞാനിരുന്ന് വീഡിയോ നോക്കി ഞാനെന്തിന് മമ്മൂനെ കുണ്ടനടിക്കണം? എന്നാ പിന്നെ ഞങ്ങൾക്ക് മമ്മൂനെ കുണ്ടനടിച്ചാ പോരെ? ഞാൻ വീഡിയോ നോക്കി ചെയ്യാൻ പോകുന്നത്, ഞാൻ എന്തിനാ പിന്നെ മമ്മൂനെ കൊണ്ടുവരടിക്കാൻ പോകുന്നത്? അത് അല്ലാണ്ട് വേറൊന്നും കൂട്ടി പറയുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ടേക്ക് ഇടുന്നതും. അത് നീ നാളെ കാണിക്കണോട്ടോ. നീ അതെ നീ നാളെ ആടെ നിങ്ങൾ എന്താ പറയുന്നത്? എന്താന്ന് അവിടെ വീഡിയോ എടുക്കുന്ന നമ്മള് വീഡിയോ എടുക്കുന്നില്ലാന്നേ ഉള്ളൂ. അവിടെ കണ്ട ശരത്ത് പോലും വണ്ടി കാട്ടിട്ട് നടക്കലാന്ന്. അങ്ങനത്തെ ഫ്രീഡം ഗ്യാങ് ഹൗസ്. നല്ല ഗ്യാങ് ഹൗസ് ഇട്ടാ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വകാടി ഗോൾഫിക്ക സുഡാലി അവര് അമ്മല് എല്ലാരും മാറ്റിട്ടിട്ട് നടക്കണെന്ന്. അടിപൊളി ഗ്യാങ് ഹൗസ്. അല്ല, ഇതൊക്കെ കണ്ട് കുറെ പിള്ളേര് ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. ഞാൻ ആ പിള്ളേരുടെ ചോദിക്കണേ, എടാ സ്കൂൾ പിള്ളേർ ഒരു ബസ്സിൽ വെച്ച് ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യണ വീഡിയോസ് വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എത്ര തരം താന്ന ലെവലിലേക്ക് ഇവന്മാര് പിള്ളേരെ ലൈഫ് വരെ കൊണ്ടുവന്ന് എത്തിച്ച് കൊച്ചു പിള്ളേരെ ഇൻസ്പയർ ആവണം ഇവന്മാരെ കണ്ട്. പൊന്നു മക്കളെ, എന്റെ ഈ വീഡിയോ നിങ്ങൾ കാണണമെങ്കിൽ ഈ റീലിൽ കാണുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്നത് പകുതി മുക്കാലും വെറും സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഗിമ്മിക്സ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായിട്ട് ഇതൊന്ന് ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കല്ലേ. ലൈഫ് തൊലഞ്ഞു പോകുന്നു കേട്ടോ. നല്ലൊരു ഭാവിയുണ്ട്. കൊച്ചു മക്കളാണെന്നുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പാരന്റ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഇതൊന്നും അല്ല റിയാലിറ്റി. ഇവന്മാരൊക്കെ പുറകില് അല്ലെങ്കിൽ ഇവന്മാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ എക്സ്ട്രീം വേറെ ലെവൽ ഐറ്റംസ് ആണ്. നമുക്കറിയാം. അപ്പൊ ഓൻ തെളിയിക്കണം, മനസ്സിലാവും. ഞാൻ കാര്യം പറഞ്ഞു, ഈ സംഭവത്തിൽ ഞാനും തെറ്റുകാരനാണ്, ഞാനും ഇതിലുണ്ട്. ഞാൻ കുവൈത്ത് നിന്ന് വന്ന സമയത്ത് ഇവൻ മുടി വെട്ടി നിൽക്കുക. ആ സമയത്താണ് കഴിഞ്ഞിട്ട് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഇവൻ ഗ്യാങ് കൊടുക്കുന്നത്, മനസ്സിലാവും. ആ സമയത്ത് ഇവൻ നല്ല ഇതടിയാ. അപ്പൊ ആ ടൈമില് ഈ പറഞ്ഞ പോലെ അക്കും ഇവൻ തന്നിട്ടുണ്ട്, മമ്മൂനും കൊടുത്തിട്ടുണ്ട്. മമ്മൂൻ വന്നിട്ട് പറയും മമ്മൂന് കൊടുത്തിട്ടുണ്ട്, ഇവൻ എനിക്ക് തന്നിട്ടുണ്ട്, എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട്. റാംബോ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ, റാംബോ യൂസ് ചെയ്തില്ല, റാംബോ അത് തൊട്ടിട്ടില്ല. ഉള്ള കാര്യമുള്ള പോലെ തന്നെ പറയാലോ, റാംബോ യൂസ് ചെയ്തിട്ടില്ല, റാംബോ അത് തൊട്ടിട്ടില്ല. നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പോലും റാംബോ യൂസ് ചെയ്തില്ല. ഈ പറഞ്ഞ പോലെ ഇവൻ ഈ സാധനം ഒസാക്കി എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ട്, നിങ്ങൾക്ക് അറിയുണ്ടാവും. ഈ പറഞ്ഞ പോലെ ന്യൂസിലെല്ലാം വന്നൊരു സംഭവമാണ്. ഈ അങ്ങനെയാണ് അവന്റെ ബ്ലാക്ക് ഫോർച്യൂണർ പിടിക്കുന്നത് അങ്ങനെയാണ്, മനസ്സിലായോ? അതുകൊണ്ടാണ് ആ വണ്ടി ഇപ്പോൾ ഇല്ലാത്തത്. ഇപ്പോൾ മറ്റേ ഇവിടെ സ്റ്റേഷനിലുണ്ട്, നേവി ഗാർഡ് സ്റ്റേഷനിലുണ്ട്, കളമശ്ശേരിയോ ഏതോ ഒരു സ്റ്റേഷനിലുണ്ട്. അത് അന്വേഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ പ്രൂഫ് കിട്ടും. അപ്പൊ ഈ പറഞ്ഞ പോലെ ആ വണ്ടി പിടിക്കുന്നത് അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞാൽ പെണ്ണുപിടി ഇതടി, ഇതാണ് ഇവന്റെ മെയിൻ പരിപാടി. അപ്പൊ അവന്റെ പരിപാടി അതാണ്. നിന്റെ പരിപാടി എന്താ? ഇതടി മറ്റേ കുണ്ടനടി, ഇതടി മറ്റേ കുണ്ടനടി. എന്തുവാടേ അങ്ങോട്ടും ഇങ്ങോട്ടും. തൊപ്പിയുടെ ലൈവ് കണ്ടവർക്കാണെങ്കിൽ അറിയാം, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയേണ്ടത് പറഞ്ഞു വെച്ച് തീർത്ത്. കാര്യം അവൻ അറിയാം എങ്ങനെ പ്രസന്റ് ചെയ്യണം, എങ്ങനെ പറയണം എന്നുള്ള, ആൾക്കാരെ എങ്ങനെ കൺവിൻസ് ചെയ്യണം എന്നുള്ളത്. അവൻ എക്സ്പീരിയൻസ്ഡ് ആണ്. ഇവന്മാർ ഈ ആവേശത്തിന്റെ പുറത്തിരുന്ന് വന്ന് സ്വയം എക്സ്പോസ്ഡ് ആവുകയാണ്. അതായത് സ്വയം വില കളഞ്ഞുകൊണ്ടിരുന്നാണ് ഈ കണ്ടത് മൊത്തം. ഇതും കണ്ടിട്ട് ഇൻസ്പയർ ആയിക്കണ പിള്ളേര് കുറെ ഉണ്ടെന്നാണ്. അല്ലെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ഇതടിക്കലും അല്ലെങ്കിൽ ഇതടിക്കലൊക്കെ
നല്ല പരിപാടിയാണെന്ന് വിചാരിക്കുന്ന കുറെ മന്ദബുദ്ധി പിള്ളേരുണ്ട്. പാരന്റ്സ് നോക്കണം, അല്ലാതെ വേറെ വഴിയൊന്നുമില്ല. സോഷ്യൽ മീഡിയയിലൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാന്ന് മാത്രമേ ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ ചെക്ക് ചെയ്യുക. അവരുടെ ഫോണിലെ ആക്ടിവിറ്റീസ് എന്താണ്, അവർ എന്തൊക്കെയാ കാണുന്നത്, എന്തൊക്കെ ചെയ്യണം നിങ്ങൾ മോണിറ്റർ ചെയ്യണം. അത് നമുക്ക് ഓരോരുത്തർക്കും വീട്ടിലൊന്നും ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. സൊസൈറ്റിയുടെ പോക്ക്, എസ്പെഷ്യലി പിള്ളേരുടെ പോക്ക് വളരെ മോശമായിട്ടാ. ഇനി ഒരു 5 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ നോക്കിയോ, ഇവിടെ നടക്കുന്ന ക്രൈം റേറ്റും മറ്റു കാര്യങ്ങളൊക്കെ വേറെ ലെവലാവും, വേറെ ലെവല്. ടൈം അത്രയും ഫെയിമാണ്. കാരണം ഈ മുടി വെട്ടി നിൽക്കുന്നതുകൊണ്ട് ഭയങ്കര ഫെയിമാണ്. അപ്പൊ ഈ മുടി വെട്ടി നിൽക്കുന്ന സമയത്ത് ഈ ഫെയിം ഉള്ളതുകൊണ്ട് ഇവൻ എവിടെ പോയാലും ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അപ്പൊ അങ്ങനെ നമ്മള് മറ്റേ ക്യൂൻസ്വേ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇവന്റെ ബ്ലാക്ക് ഫോർച്യൂണറിൽ ഞാന്, നിയാദ്, റാംബോ, പിന്നെ ഫാസിൽ പാച്ചു ആണോ ഒസാക്കിയാണെന്ന് അറിയില്ല, വേറെ ഒരാളും കൂടി ഉണ്ട്. അങ്ങനെ നമ്മൾ ക്യൂൻസ്വേയിൽ പോയി ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അവിടെ നമ്മൾ വണ്ടി കാണുമ്പോൾ ഇത് കാണുമ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വരും. അങ്ങനെ 2 പെമ്പിള്ളേർ വന്നു, ലക്ഷദ്വീപിലുള്ള പെണ്ണ്. ഒന്നിന് 18 ആയില്ല, ഒന്നിന് 19 എന്തോ വയസ്സാണ്. ഒന്ന് കാണാൻ കുറച്ച് എന്താ പറയാ ചെറുതാ, ഈ പറഞ്ഞ പോലെ 18 ആകത്തോണ്ടുള്ള അതിന്റെ ഇതും വെളുത്ത് അങ്ങനെയാണ്. അപ്പൊ 2 ഗേൾസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ വന്നു. അപ്പൊ ഇവൻ പറഞ്ഞു പ്രൂഫ് ഇതെല്ലാം ഞാൻ എങ്ങനെയാ പ്രൂഫ് എടുക്കാം. ഈ പറഞ്ഞ പോലെ അങ്ങനെ ആ പെമ്പിള്ളേരെയും കൂട്ടി നമ്മൾ എന്ത് ചെയ്തു, അവിടുന്ന് നമ്മൾ പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് പോയി. പെട്രോൾ പമ്പിന്റെ അടുത്തുനിന്ന് ഇവൻ പറഞ്ഞു അങ്ങോട്ടേക്ക് അവിടുന്ന് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞു. പമ്പിന്റെ അടുത്ത് പോയി. പമ്പിന്റെ അടുത്തുനിന്ന് നമ്മൾ എന്ത് ചെയ്തു, ഇവൻ ഇൻസ്റ്റ ഐ ഡി വാങ്ങിയിട്ട് ഈ പറഞ്ഞ പോലെ 2 ദിവസം കൊണ്ട് മെസ്സേജ് അയച്ചു. ഇതാക്കി ഒരു പെണ്ണിനെ ഞാനും എടുക്കാം, ഒരു പെണ്ണിനെ ഓനും എടുക്കാം. ഞാൻ പുണ്യാണെന്നല്ല, ഉള്ള കാര്യം പറയല. ഒരു പെണ്ണിനെ ഞാൻ എടുക്കാന്ന്, ഒരു പെണ്ണിനെ എടുക്കാന്ന് വെച്ചാൽ സെറ്റ് ആക്കാന്നുള്ളത്, പ്രണയിക്കാന്നുള്ള രീതിയിൽ. പക്ഷെ ഇവൻ പ്രണയം നടിച്ചിട്ട് ആണോടാ കുഞ്ഞ് പ്രേമമായിരുന്നു എനിക്ക്. ഇത് പറയണ കേട്ട പ്രേമിക്കാനാന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. ഉളുപ്പുണ്ടോടാ നായ നിനക്ക്. എന്നിട്ട് ഗേൾ ഫ്രണ്ടിന്റെ കഥ പറഞ്ഞിരിക്കുന്നത്. ആ ഗേൾ ഫ്രണ്ടിന്റെ അടുത്ത് എന്താ പറയാ, ഞാൻ അവളെ പ്രേമിക്കാൻ നോക്കിയതാന്ന് പറഞ്ഞ് കൺവിൻസ് ആക്കോ നീ, അല്ലെങ്കിൽ ഞാൻ അവളെ മറ്റേ ഡിംഗോൾഫിക്ക സുഡാലി ചെയ്യാനാന്ന് പറഞ്ഞ് നീ മനസ്സിലാക്കൂ. എന്താണെങ്കിലും ആ പെണ്ണിന്റെ ജീവിതം രക്ഷപ്പെട്ടു, അത്ര ഞാൻ പറയുന്നുള്ളൂ. മക്കളെ നീ എവിടെങ്കിലും ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ രക്ഷപ്പെട്ടോട്ടാ. ഇതൊന്നും അല്ല ലൈഫ്. ഇവന്മാര് കാണിച്ചു നോക്കണ കണ്ടിട്ടാണ് നീയൊക്കെ തുള്ളാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാവും. അവസാനം ഞാൻ പറയുന്നില്ല, നീ പെടലൊക്കെ പോകാം. അപ്പൊ ഈ പറഞ്ഞ പോലെ അങ്ങനെ ആക്കി ആ ടൈം നമുക്ക് റിലേഷൻ ഉണ്ട് കേട്ടോ. ഞാൻ ഇതാക്കുന്നില്ല, ഞാൻ ന്യായീകരിച്ച് വേണ്ടി ഇതാക്കുന്നില്ല. അങ്ങനെ ഒരു തെറ്റെന്റെ ഭാഗത്തും പറ്റിയിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഒന്നും ചെയ്തില്ല, അതിന് ഉറപ്പ്. ഈ പറഞ്ഞ പോലെ അവർ ഇതൊന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇവൻ ഈ പറഞ്ഞ പോലെ അന്ന് രാത്രി നമ്മൾ ഇത് യൂസ് ചെയ്തു. ഞാൻ ഗൾഫിൽ നിന്ന് വന്ന സമയം. അപ്പൊ എന്റെ പെട്ടിയൊക്കെ ഉണ്ട്, പെട്ടിയൊക്കെ റൂമിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ പോലെ എന്തോ ഫേസ് ക്രീമോ എന്തോ സംഭവം കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ചെറിയ പെണ്ണുണ്ടല്ലോ, ഇവൻ ഇഷ്ടമായ ചെറിയ പെണ്ണ്, ഈ പറഞ്ഞ പോലെ ഈ 18 പെണ്ണ് എന്റെ കൂടെ റൂമിൽ ഒന്ന് ഞാൻ അത് കാണിച്ചു കൊടുത്ത് നമ്മളെന്തോ സംസാരിച്ചു. അത് ഇവന് കൊണ്ടു ഇവന്റെ ഈഗോ തട്ടി അത് ഇവന് കൊണ്ടു. ആ കൊണ്ടതിന്റെ പേരിൽ കൊണ്ടു അനക്ക് ആ പെണ്ണിനെ കുറച്ച് ഇഷ്ടപ്പെടുകയും ചെയ്ത് ഞാൻ ഇവനോട് പറഞ്ഞു അത് ഇതാന്ന്. പക്ഷെ ഇവന് ആ പെണ്ണിനെ മോഹമുള്ളതുകൊണ്ട് ഇവൻ ചെയ്ത കാര്യമാണ് ഈ പറഞ്ഞ കാര്യം. ഇവൻ അതിന്റെ ഇടയ്ക്ക് പെണ്ണിനെ ഇഷ്ടാവുകയും ചെയ്തു. ഇവന്റെ ഗേൾഫ്രണ്ട് ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ അതിന്റെ ഇടയ്ക്ക് ഇഷ്ടാവുകയും ചെയ്തു മക്കളെ ആ പെണ്ണിനെ. എന്തോന്നടേ കേക്കണത്? ഇവരെ ഗ്യാങ് ഹൗസ് ഏതോ പീഡനാലയവും വല്ല പറഞ്ഞത്. എത്ര പെമ്പിള്ളേരെ കരച്ചിലവിടെ ഉണ്ടാവും ഞാൻ ആലോചിച്ച് നോക്കുക. എത്ര പെമ്പിള്ളേരെ കരച്ചിലവിടെ നിന്ന് കേട്ടിട്ടുണ്ടാവും. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഗ്യാങ്ങിലെ മെയിൻ കുക്കായിട്ടുള്ള ഒരുത്തം വന്നിരുന്ന് അവന്റെ കൊണയടി ഉണ്ട്, കുറച്ച് കേട്ട് നോക്കിക്കോ. കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓപ്പറേഷൻ തൂഫാൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഓപ്പറേഷൻ തൂഫാൻ രമേശ് ചെന്നിത്തല സാറോട് എനിക്ക് പറയാനുള്ള എന്താ വെച്ചാൽ എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അഡ്വാൻസ് ടെസ്റ്റോ പരിപാടിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതാ എന്റെ മേത്ത് ടെസ്റ്റ് ചെയ്തോ, ഞാൻ തയ്യാറാണ്. ഞാൻ എടുത്ത പബ്ലിക്കലി ഞാൻ പറഞ്ഞു ഞാനിപ്പോ അവസാനമായിട്ട് എടുത്തൊരു ഫോൺ ഉണ്ട്, ഐഫോൺ. എന്റെ മാക്ബുക്കും ക്യാമറയും വിറ്റിട്ട് പിന്നെ ഈ സിനിമന്റെ കിട്ടിയ പൈസയും കൂടി കൂട്ടിയിട്ട് എടുത്തൊരു ഫോണാണ്. ഈ ഫോൺ ഞാനങ്ങ് തരും. എന്തെങ്കിലും പിടിക്കപ്പെട്ടെങ്കിൽ എന്റെ നിയാദിന് ഇതേപോലെ ടെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഒരു 6 മാസത്തെ 1 വർഷത്തെ ഡ്യൂറേഷനിലെ ടെസ്റ്റ് ഓപ്പറേഷൻ തൂഫാൻ ഞാൻ വെല്ലുവിളിക്കും. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ടീമിനോട് മുടി വേണോ ഉമിനീര് വേണോ എന്താ വേണ്ട കൊണ്ടുപോയിക്കോ. കാരണം എന്താണ്ട് ഇത്ര ഇതിൽ പറയുന്നവരടാ എടാ യൂസ് ചെയ്തില്ല അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത്. നീ അതിന് ഇതേപോലെ പിന്നെ ഓപ്പറേഷൻ തൂഫാനും രമേശ് ചെന്നിത്തലക്ക് നിന്റെയൊക്കെ മൂത്രവും മലവും പരിശോധിക്കലല്ലേ പണി. എടാ നല്ല മക്കളെ, നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ടെസ്റ്റ് ചെയ്യാൻ പോയതിന്റെ എന്തോ വീഡിയോ ഒക്കെ കാണിക്കണ്ടാറ്. എന്തായാലും എന്തോ എന്റെ പൊന്നു മോനെ നിനക്കൊന്നും വയ്യേ എന്നാലോചിക്കണേ. ചിരി വന്നത് കണ്ടിട്ട് ഒരു മെച്യൂരിറ്റി ഇല്ലാതെ. എടാ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ പാടില്ല എന്നുള്ള മിനിമം ബോധം നിനക്കൊന്നും ഇല്ലടാ. കഷ്ടം തന്നെ നിന്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ മുമ്പിൽ നിനക്ക് നിന്റെ ബ്ലഡ് മൂത്രം ഈ മുടിനാരൊക്കെ കൊടുക്കാൻ പറ്റൂടാ. രമേശ് ചെന്നിത്തല സാറെ ഞാൻ പറയുന്നു, ബാംഗ്ലൂരിൽ ടാറ്റൂവിന്റെ പ്രൊമോഷന് പോയ സമയത്ത് ഈ ഡാഷ് മോൻ അവിടുന്ന് ഒരു സാധനം, ഒരു കൊമള, അതിൽ ആസിഡ് ഒഴിച്ചിരുന്നോ സാധനം, ആ കൊമള വെച്ചിട്ട് അടിയിൽ ലാമ്പ് കത്തിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ആ കൊമളെ കൂടി ഇങ്ങനെ വലിക്കുന്നത് ഞാൻ കണ്ടതാ. അന്നേറ്റം ഒരു വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ നീയൊക്കെ മെഴുകുന്നുണ്ടാവും. അടയ്ക്ക് ചോര ഇപ്പം തരാം. രമേശ് സാറെ ഇത് ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ എങ്ങനെയായാലും ഇത് മാനിപ്പുലേഷൻ ചെയ്യും. പൈസ കൊടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊടുത്തിട്ട് ഇതെല്ലാം മാറ്റാൻ പറ്റും. രമേശ് സാറെ നിങ്ങൾ ഇതിൽ ഏറ്റെടുക്കണം. എടാ പൊട്ട പൈസ കൊടുത്ത് ടെസ്റ്റിന്റെ റിസൾട്ട് എങ്ങനെയാടാ മാറ്റണേ? നീ ഇങ്ങനെ ഒരു ഓപ്പൺ ചലഞ്ച് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ഹോസ്പിറ്റലല്ലേ പോവുള്ളൂ. ഈ പയ്യെ നിനക്കൊന്നും. പിന്നെ രമേശ് സാറിന്റെ അടുത്ത് കൊമള വിട്ട് പൊട്ടിച്ച കഥയൊക്കെ പറഞ്ഞ ആലോചിക്കുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയതിന് എന്തെങ്കിലും ബോധം ഉണ്ടവന്.
രമേശ് ചെന്നിത്തലക്ക് ഇനി വന്നിട്ട് നിന്റെ ഒക്കെ കോമള വിട്ടതും പുക അടിച്ച കേസ് അന്വേഷിക്കണ പണി. പോങ്ങന്മാരെന്ന് പറഞ്ഞ ലോക പോങ്ങന്മാര്. അടുത്ത് കഴിഞ്ഞിട്ടില്ലേ നിന്റെ? ഫുട്ടേജ് കിട്ടിയില്ല. എടാ നീയാത് എവിടുന്നെങ്കിലും യൂസ് ചെയ്യുന്നതിന്റെ എന്തെങ്കിലും CCTV ഫുട്ടേജോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുത്തേ എനിക്ക് ഒന്നയച്ചാ എന്റെ ഉമ്മ രാത്രി 3 മണിക്ക് വിളിച്ച് കരഞ്ഞു. എന്റെ അനിയത്തിയോ ഓൾ കോളേജിൽ പോകുമ്പോൾ വൃത്തിക്ക് പോകാനാവുന്നില്ല. എന്താ ഞാൻ ഇന്ന് വരെ ഒരു സാധനം യൂസ് ചെയ്തിട്ടില്ല. എന്നെ പറ്റിയിട്ടോ പറഞ്ഞത്. ഞാൻ കരയോ നിങ്ങൾ വിചാരിക്കും ഇതിനു വേണ്ടി പറയുന്നത്. എന്റെ ഉമ്മ സത്യം ഞാൻ അങ്ങനെയല്ല. കരഞ്ഞിട്ട് നിങ്ങൾ മനസ്സുകാലം കണ്ടിട്ട് പറയുന്നില്ലടാ. നമുക്ക് വേറെ വഴിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അടുത്ത് പൈസ കാര്യങ്ങളൊന്നുമില്ല. ഐഫോൺ ആകെ എന്റെ അടുത്തുള്ള ഇത് ഞാൻ ഇതിനു വേണ്ടിയിട്ട് അടക്കാണ്. ഞാൻ ഡയറക്ടർ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു സാറേ എന്തെങ്കിലും ഒന്ന് ഇതിൽ നിന്ന് കിട്ടിയിട്ടെങ്കിലും വലിയ ഉപകാരമായി പോകുന്നത് ഞാൻ പറഞ്ഞത്. ഇത് രക്ഷയാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഒരു ദിവസം 300 സംതിങ് റുപ്യാണ് അതിന്റെ പൈസ ഇത് കിട്ടിയത്. ഇവർക്ക് 800 റുപ്യ കിട്ടിയത്. എനിക്ക് 1000 സംതിങ് റുപ്യാണ് ഇത് കിട്ടിയത്. എന്താണ് തെറ്റ്? അത്ര സിനിമയിൽ പോയിട്ട് നിനക്ക് 1000 രൂപ ഒരു ദിവസവും കൂലിപ്പണിക്ക് കിട്ടൂലോടാ. അതിന്റെ കൈ നന്നായിട്ട് പണിയെടുക്കാൻ പറ്റത്തില്ല അല്ലേ? ബേസിക്കലി പറഞ്ഞു ഇവന്റെ കരച്ചിൽ കണ്ടിട്ടല്ല എനിക്ക് ലിറ്ററലി ചിരി വന്നത്. നിങ്ങൾക്ക് ആർക്കൊക്കെ ചിരി വന്നിട്ട് എനിക്ക് അറിഞ്ഞൂടാ. ഇവന്റെ കരച്ചിൽ കണ്ടത് എനിക്ക് ചിരി വന്നത്. എല്ലാം കൂടി വന്നിട്ടുണ്ടല്ലോ അടുത്തേക്ക്. ശേഷമാണ് ഇവൻ കേസിൽ കുടുങ്ങുന്നത്. ആ ബാംഗ്ലൂരിന് ശേഷമാണ് ആ കേസിൽ കൊടുത്തത്. പ്രൂഫ് മുത്തേ ഇതിന് പ്രൂഫില്ല. ഞാൻ ഉള്ള ഓർന്ന് പറയാം ഇതിന് പ്രൂഫില്ല. ആ റൂമിലേക്ക് എന്നെ വിളിച്ച്. അതായത് ഇവര് ഇത് ചെയ്തോണ്ടിരിക്കല ചെയ്ത് നിൽക്കുമ്പോ മമ്മൂന്ന് വിളിച്ച് എടാ ഇനി വാടാന്ന് പറഞ്ഞു. എന്നോട് അറിയാം അടിച്ചങ്ങ് കിണ്ടിയായിട്ടുള്ളത്. നീയാന്ന് പറഞ്ഞ അടിച്ചാ പിന്നെ അങ്ങ് സുൽത്താനാന്ന് അവന്. എന്നോട് ഇവൻ പറയാം നീയാന്ന് പറയാം എടാ മമ്മു എനിക്ക് ഇവളത്ര സുഖം കിട്ടുന്നില്ല. ആ പെണ്ണിന്റെ മുമ്പെന്ന്. അതായത് ആ പെണ്ണിന്റെ മുമ്പെന്ന് എന്നോട് ഇവൻ പറയാ എനിക്ക് ഇത്ര സുഖം കിട്ടുന്നില്ല. അപ്പൊ ഇവളെന്താ വിചാരിക്കാം പോട്ടെ അത് പോട്ട് നീ ഒന്ന് ഇതാക്കി തരാൻ ഒന്ന് നീ ബ്ലോജ് ആക്കി തരാൻ എന്നോട് ചോദിക്കുന്നു. അത്രയും ടൈമാണ് ഈ. അപ്പൊ ആരാ കുണ്ടൻ? അപ്പൊ അതിൽ അല്ല അവൻ കുണ്ടൻ. നീ ആരാ? ഒരു പെണ്ണ് അവിടെ കിടന്ന അവര് മറ്റേ ചെയ്തോണ്ടിരിക്കുന്നത്. നിന്നെ വിളിച്ചപ്പോ നീ അവിടെ പോയതായിട്ട് തെറ്റി. നിനക്ക് അപ്പൊ വായ തുറന്ന് വല്ല വർത്താനം പറഞ്ഞൂടെ? എന്നിട്ട് നിഹാദ് വന്നിട്ട് എടുത്തു തരാൻ പറഞ്ഞിട്ട് അവൻ എടുത്തും കൊടുത്ത്. അയ്യേ എന്നാട്ട് ഇത് മറ്റേ ഇതോ മമ്മു യു ആർ നോട്ട് ഈഗയാ. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലൈവ് ഉണ്ടായിരുന്നു. ഷമീറിന് ഫുള്ള് റിഗ്രറ്റ് അടിച്ച് പണ്ടാറ് തുടങ്ങിയാൽ അതിന്റെ ലൈവ് അതുപോലെ മൊത്തത്തില് എല്ലാ സ്ഥലത്തുനിന്നും എല്ലാ ഇതിലും ഭയങ്കര പ്രഷറും കാര്യങ്ങളൊക്കെ ആണ്. ഭയങ്കര സീനാണ് മൊത്തത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സീനാണ്. ഇതിപ്പോൾ നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി. ഇന്നലത്തെ ലൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലത്തെ ലൈവ് പോയി. അത് കോപ്പിറൈറ്റ് കിട്ടിയതാണ്. ഹനാൻഷ കോപ്പിറൈറ്റ് അടിച്ചതാണ്. പക്ഷെ അതിൽ കുഴപ്പമൊന്നുമില്ല. കാരണം മൂപ്പരെ ഭാഗത്ത് നോക്കുമ്പം അത് ശരിയാണ്. ആ ലൈവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫുള്ള് റിഗ്രറ്റ് ആയി. പറഞ്ഞതൊക്കെ തെറ്റ്, ചെയ്തതൊക്കെ തെറ്റ്, എല്ലാത്തിനും ഉമാർക്ക് കൂട്ടി പണി കിട്ടിക്കൊണ്ടിരിക്കുക. അന്ന് അപ്പുറത്തേക്കുള്ള നിഹാദിനും യാതൊരു വിധ പ്രശ്നവുമില്ല. കാര്യം അവന്റെ കാശുണ്ട്, അവന് തലയിൽ ആൾ താമസമുണ്ട്, അതുകൊണ്ട് അവൻ ഊരിപ്പോരും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ വേറൊരു സംഭവം കണ്ടാ. ഫിലിപ്പീൻസിലേക്ക് ഇരുന്നിട്ട് ആരാണ്ട് ഇവരുടെ വീഡിയോക്കെതിരെ റിയാക്ഷൻ വീഡിയോ ഇരിക്കണം. ഫിലിപ്പീൻസ് ആണെന്ന് തോന്നുന്നു. നോട്ട് റോങ്. ഈ വീട്ടില് ഡ്രഗ്സ് കയറ്റി. ഓക്കെ. So guys, I am recently bothered of what I saw in the social media right now. There is this group named എവിടം പോലുള്ള ആൾക്കാർ ഏതൊക്കെ രാജ്യത്തിരിക്കണവരെ അറിഞ്ഞിരുന്നറിയോ ഒരു കേസ്? അമ്മാരിലെ വലിപ്പയുടെ നാണം കെട്ടവന്മാരെ അറിഞ്ഞുകൊണ്ടല്ല നമ്മുടെ നാട്ടുകാര് നാണം കെട്ട്. ഇതിന്റെ ഇടയ്ക്ക് ഒരു ട്രോളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇവന്റെ കരച്ചിലും മറ്റു സാധനമൊക്കെ വെച്ചിട്ട് പ്രിയ രമേശ് ദി ഇമാരി ഉളകളെ പിടിച്ച് അകത്തിടാൻ ഓപ്പറേഷൻ മൊണ്ണ എന്ന പേരിൽ പുതിയൊരു പദ്ധതി തുടങ്ങിക്കൂടെ? എന്റെ പോലെ ഇതിന് ശേഷം ഉണ്ടായ കാര്യങ്ങളെ കാണിച്ചു തരാം. തൊപ്പി ഗ്യാങ്ങിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് DGP. പോക്സോ കേസ്, MDMA ഉപയോഗം, മാനസിക ശാരീരിക പീഡനം, അശീലപ്രചരണം, സൈബർ കുറ്റകൃത്യമാണ് ഇത്. DGPയുടെ ഉത്തരവ്. തൊപ്പി ഗ്യാങ്ങിനെതിരായ പരാതി അന്വേഷിച്ച് നടപടിയെടുക്കും ആഭ്യന്തരമന്ത്രി. കുടുംബത്തിലെ സ്ത്രീകളെ യൂട്യൂബ് സ്ട്രീമിങ്ങിലൂടെ മോശമായി ചിത്രീകരിച്ചു. ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകി ഹനാൻഷ. ഇനി ഇതൊക്കെ കഴിഞ്ഞ് മൂമ്പലും കഞ്ഞിയായിട്ട് ഷമീർ ഇറങ്ങി. ഷമീർ ഒരു സ്ഥാനം ഞാൻ കേൾപ്പിച്ചു തരാം. കല്യാണത്തിന്റെ കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ടായിരുന്നു. അത് മിക്കവാറും തീരുമാനമായി. അത് തീരുമാനമായി. പിന്നെ ഉപ്പയും ഉമ്മയും വിളിച്ച് വീട്ടിലേക്ക് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതം ഈ പറഞ്ഞ പോലെ കരയാൻ പോലും പറ്റൂല. ഒരു നമ്പായ അവസ്ഥ ഉണ്ടല്ലോ, അതിലാണുള്ളത്. മരിക്കാനും പറ്റൂല. കാരണം മരിച്ചതിനെ കള്ളനായി മരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറേ പേരുകൾ ഇട്ടിട്ടുണ്ടല്ലോ, ആ പേരുകളിൽ മരിക്കേണ്ടി വരും. അങ്ങനെ ഞാൻ മരിക്കൂല. ഷമീർ അങ്ങനെ മരിക്കൂല. മരിക്കുന്നുണ്ടെങ്കിൽ സത്യം അറിയിച്ച് സത്യം കാണിച്ചിട്ടേ മരിക്കും. മനസ്സിലാവും? അങ്ങനെ മരിക്കും. ഇത് നിങ്ങൾക്ക് ഇന്ന് മനസ്സിലാവുന്നറിയാം. അപ്പൊ നീ മരിക്കൂല ഒരു കാലത്തും. സത്യം കാണിക്കാൻ നിന്നെ കൊണ്ട് പറ്റൂലല്ലോ. എന്റെ പൊന്നു പോലെ നിനക്കൊന്നും വയ്യേ എന്ന് ആലോചിക്കണേ. എന്തെങ്കിലും ഒരു സീൻ ഉണ്ടായി ശരി, നിങ്ങൾ വന്നിട്ട് എന്ത് ചെയ്യാ?
കേസ് കൊടുത്ത് കേസായിട്ട് പോവുക. അതല്ലാണ്ട് ഈ സോഷ്യൽ മീഡിയ നീയെ കൂടി കോടതിയാക്കാൻ നോക്കി എങ്ങനെ ഇരിക്കും? അത്ര എനിക്ക് പറയാനുള്ളൂ ഇതിന്റെ അകത്ത്. ഇതിപ്പോ കേസായിട്ടുണ്ട്, നല്ല രീതിയിൽ സീരിയസ് ഒഫൻസ് തന്നെയാണ് രണ്ട് ഭാഗത്തുനിന്ന് വന്നേക്കുന്നത്. മറ്റേത് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗത്തുള്ള ഒരു സാധനമാണ്. അപ്പൊ പെൺകുട്ടികൾ അവിടെ നിന്ന് കേസ് കൊടുത്താലേ റെഡി ആവുള്ളൂ എന്ന് ഞാൻ വക്കീലടി ചോദിച്ചപ്പോൾ വക്കീൽ പറഞ്ഞ അവിടുത്തെ കോടതിയിൽ അവർക്ക് കേസ് ഫയൽ ചെയ്തത്. പക്ഷെ എനിക്ക് വളരെ പിള്ളേരെ അതിന് നിൽക്കുമെന്നുള്ളത് നിന്നാ നല്ല കാര്യം. പക്ഷെ ഇവന്മാര് തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന് സ്വമേധയെ കേസെടുക്കാൻ പറ്റുന്ന ഒരു വകുപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യലിൽ അറിയാം. ഇനി വേറെ ഇതുപോലെ 12 വയസ്സിന് താഴെയുള്ള ആരൊക്കെ എന്തൊക്കെ ചെയ്തിട്ടെന്നുള്ളത്. നല്ല മക്കളെന്തായാലും എല്ലാം കൊള്ളാം, ഗ്യാങ്ങും കൊള്ളാം, എല്ലാം കൊള്ളാം. ഇനി ഇമാര് വട്ടലത്തരമായിട്ട് ഓരോരുത്തന്മാര് ഇറങ്ങും, അതിന്റെ പുറകെയൊക്കെ പോവല്ലേ. ആ ക്രെഡിബിലിറ്റി കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ആരാധനയും കോപ്പൊക്കെ ആയിട്ട് നടക്കേ. അല്ലാതെ നീയൊക്കെ ഉണ്ടല്ലോ എന്ന് പറയള്ള. എനിക്കിതേ കൂടി കേട്ടതിന് മാതിരി പ്രാന്താവും. തുടക്കത്തിൽ ഞാൻ പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ. നമ്മളിപ്പോ അമ്മാരി സിറ്റുവേഷനിൽ കൂടി പൊക്കോണ്ടിരിക്കണേ. ഇതെ കൂടി കേൾക്കുമ്പോഴേക്കും ഞാൻ ആലോചിക്കണേ, ഇജാതി മനുഷ്യരുണ്ടല്ലോ, ഇവരെ കൂടി ഒരു ഗ്യാങ് ആക്കണം. എനിക്കിട്ട് പണിയുന്ന ആള് ഇതുങ്ങളൊക്കെ കൂടി ഒരു ഗ്യാങ് ആക്കി കഴിഞ്ഞ് ഒരു എന്താ പറയാ ഒരു റോക്കറ്റ് കയറ്റി അങ്ങോട്ട് വിടണം ശൂന്യാകാശത്തോട്ട്. അവിടെ വെച്ചാൽ പൊട്ടിച്ച് കളയണം. അവിടുന്ന് സർവേ വേണമെങ്കിൽ സർവേ ജീവിക്കണമെങ്കിൽ ജീവിക്കട്ടെ. ആ സൈസ് അപരാധികളാണ് മൊത്തം. എന്തുവാടേ ഇത്? ഞാൻ ഏതോ ഒരു ഡയലോഗാണ് ഓർമ്മ വന്നത്. നன்றി കെട്ട ഉലകമിടായത് എന്ന് പറഞ്ഞിട്ട്. എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, അങ്ങാട് കുടിച്ച ദീവാഞ്ജന, ഇതൊക്കെ തന്നെ പരിപാടി. ഞാൻ കുറച്ചാളെ യൂറോപ്പിലും മറ്റൊക്കെ ഉണ്ടായിരുന്നപ്പോ ഒരു സമാധാനം ഉണ്ടായിരുന്നു. നാട്ടിലേക്ക് വന്ന് തൊട്ടെങ്കിൽ എന്റെ ശനി ദശ. അപ്പൊ ശരിയെന്നാ, വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. പുതിയ യൂട്യൂബ് ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിൽ പൊക്കോണ്ടിരുന്നാണ് റവന്യൂ ഒക്കെ ആയിട്ട്. അതൊരു അപരാധി ഒന്ന് കൂട്ടിച്ച് അതിന്റെ കഥകളൊക്കെ ഞാൻ പിന്നെ പറയപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ. ഇപ്പൊ കൂടും കിടക്ക് എടുത്തോണ്ടാണ് പോയതാള്. ഇപ്പൊ ഇത് വെച്ചിട്ട് ഇനി ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകണം. സപ്പോർട്ട് ചെയ്യണേ കേട്ടാ. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, വലിയ കുഴപ്പമില്ലാണ്ട് നോക്കൊണ്ടിരിക്കണം. നിങ്ങളുടെ ഉള്ള സപ്പോർട്ട് തന്നെ മതി, ധാരാളം. നന്ദി, നമസ്കാരം. അപ്പൊ ശരിയാണ്, അടുത്ത വീഡിയോ കാണാം. ബൈ.